എന്നിട്ട് ഇതേ വിഷയം നിലപാടെന്ന് പറഞ്ഞ ഇതേ വിഷയത്തിൽ അഖിൽ മാരാർ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാറ്റിപ്പറഞ്ഞ നിലപാടുകൾ ഓരോന്നോരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പൊളിച്ചെടുക്കാൻ നോക്ക്. പൊളിച്ചെടുക്കേണ്ട ആവശ്യം എന്തിനാ? കാരണം നീ ഓരോ കാലഘട്ടത്തിലും ഓരോരോ നിലപാടുകൾ പറയുന്നുണ്ട്. പിന്നെ നിന്റെ പേര് തന്നെ നിലപാടിന്റെ രാജകുമാരൻ എന്നാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ബിഗ് ബോസ്, അതായത് നീ പറയുന്നുണ്ട് അതൊരു പേഴ്സണൽ കാര്യമാണ്, ആരെയും ബാധിക്കാത്ത കാര്യമാണ്. ആരെയും ബാധിക്കാത്ത പേഴ്സണൽ കാര്യമാണെങ്കിൽ നിന്റെ വീട്ടിൽ സംസാരിച്ചാൽ പോരെ, ഇതിനെ ഒരു മീഡിയയിൽ വന്നിട്ട് അങ്ങനെ സംസാരിച്ച് അതുകൊണ്ടല്ലേ ജനങ്ങൾ കേട്ടത്. അതും നീ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബിഗ് ബോസ് വരില്ല എന്നല്ല പറഞ്ഞത്. അതിന് ബിഗ് ബോസ് എന്ന ഷോ വൃത്തിയായിട്ട ഷോ ആണ്, അതിനേക്കാൾ ഭേദം ഇതാ മതി എന്ന രീതിയിലാണ് നീ സംസാരിച്ചത്. അതിനുശേഷം നീ ബിഗ് ബോസിൽ പോയതുകൊണ്ടാണ് ഇത്രയും പ്രോബ്ലം വന്നത്. അപ്പോൾ അത് പേഴ്സണൽ ആണ്, അതുകൊണ്ട് അതെനിക്ക് മാറ്റി പറയാം എന്ന രീതിയിൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അടുത്തത്, ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ നടന്നു. അങ്ങനെ വൻ ഇതൊക്കെ ലാസ്റ്റ് സീറ്റ് കിട്ടിയില്ല, എന്നിട്ടാണല്ലോ മാറിയത്. അപ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞു നടക്കുന്നത് എന്താ, കോൺഗ്രസ് എന്ന് പറയുന്ന അഴിമതിയുടെ പാർട്ടിയാണ്, എല്ലാ നേതാക്കളും അഴിമതി ചെയ്തിട്ടുണ്ട്, ഇമാതിരി ഡയലോഗ് പറയുന്നുണ്ട്. എന്നിട്ട് സീറ്റ് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കാം, അതൊരു ഡുവൽ സ്റ്റാൻഡ് അല്ലേ? പിന്നെ വേറെ കോമഡി, BJP വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് 2020 NDA സപ്പോർട്ട് ചെയ്യുന്ന 2020 കൂടെ നിന്നു. അതും ഒരു രണ്ടും കെട്ട പണിയല്ലേ? നീ തന്നെ പറയുന്നുണ്ട് BJPയുടെ 80% വികസനവും 20%മാണ് അവരുടെ വർഗീയത അല്ലേ? അപ്പം നീ ആ 80% സപ്പോർട്ട് ചെയ്യുന്ന 20% അവന് താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഒരു പാർട്ടി 20% അല്ലെങ്കിൽ 10% വർഗീയത ഉണ്ടെങ്കിൽ ഈ വർഗീയത യൂസ് ചെയ്തിട്ടില്ലേ അവന്മാർ ഈ വികസനമൊക്കെ നടത്തുള്ളൂ. അല്ലാതെ വർഗീയത അവിടെ കിടക്കട്ടെ, വികസനം ഞങ്ങൾ എല്ലാവർക്കും നടത്താം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ ഈ വർഗീയതയുടെ ബേസിൽ എവിടെയൊക്കെ വികസനം വേണം എവിടെയൊക്കെ വികസനം വേണ്ട എന്ന് അവന്മാർ തീരുമാനിച്ചിട്ടേ നടത്തുള്ളൂ. അപ്പം നീ വികസനം കണ്ടിട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ നോക്കണ്ട, എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു. അടുത്ത നിലപാട്, 2020 ചേർന്ന സമയത്ത് സാബു എൻ്റെ നൻപൻ ജ്യേഷ്ഠൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നേരെ തിരിച്ച് ഇപ്പോൾ 24 സാബും കൂടെ ഒരുമിച്ചാണ് നിനക്കിട്ട് പണിയാന്നൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത്. അതപ്പോൾ നിലപാട് മാറ്റം തന്നെയല്ല, അതിന് വേറെ വല്ല വാക്കുകൾ വല്ലതുണ്ടോ? പിന്നെ നിന്റെ രാഷ്ട്രീയം, നീ എപ്പോഴും പറയാറുണ്ട് കൊട്ടാരക്കര ഏരിയയിൽ പോയിട്ട് അവിടെ ജനങ്ങളെ സേവിക്കണം, ഒരു രാഷ്ട്രീയ പദവിയും ഇല്ലാതെ പല സ്ഥലത്തും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഞാൻ നടന്നു. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ ചെന്നപ്പോൾ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല, അതുകൊണ്ട് എനിക്കൊരു ലേബിൾ വേണം, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബിൾ വേണം, അതുകൊണ്ട് മാത്രമേ എനിക്ക് ജനങ്ങളെ സേവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഡയലോഗ് നീ പറഞ്ഞു. അതിനുശേഷം 2020 നീ ഇറങ്ങുന്ന സമയത്ത് നിന്റെ വോയിസ് ക്ലിപ്പിൽ പറഞ്ഞെന്താ, എനിക്ക് പ്രോപ്പറായിട്ട് അക്കോമഡേഷൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, ഇതില്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റും? ഞാൻ NDA ചേർന്നേ പിന്നെ എന്നെ ആരും ഉദ്ഘാടനത്തിന് വിളിക്കാറില്ല, എനിക്ക് TV ഷോസ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എനിക്ക് ജീവിക്കണം. ഇതിനർത്ഥം എന്താ, നിങ്ങൾക്ക് പൈസ വേണമെന്നല്ലേ, അല്ലാതെ വേറെ ഒന്നുമല്ലല്ലോ. പിന്നെ അടുത്ത കാര്യം, നീ ഇലക്ഷൻ്റെ സമയത്ത് നീ പലതും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ജയിക്കാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നീ ഒന്ന് പറഞ്ഞാൽ എന്താ, അത് പിന്നെ ഇലക്ഷൻ്റെ സമയത്ത് ജയിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നടക്കുമെന്നാണോ? അങ്ങനെ ഒരു ഡയലോഗ് നീ പറഞ്ഞില്ലേ, അതും നിലപാട് മാറ്റം തന്നെയല്ലേ? കാരണം ജയിക്കാൻ വേണ്ടി നീ ജനങ്ങളോട് പലതും പറയും, പക്ഷെ അതൊന്നും നടക്കില്ലെന്ന് നിനക്ക് തന്നെ അറിയാം. എൻ്റെ ചെറിയ അറിവ് കൊണ്ടാണ് ഞാൻ ഇത്രയും നിലപാടുകൾ 4-5 ഉണ്ടെന്ന് തോന്നുന്നു. നീ ഹാഷ്മിനെ വെല്ലുവിളിച്ചിട്ട് ഹാഷ്മിനോട് ചോദിക്കുവാണ് എൻ്റെ നിലപാടുകൾ പറഞ്ഞാൽ അവൻ 100 ഇട്ട് തരും. പിന്നെ നീ അടുത്ത വീഡിയോ വീണ്ടും ഇറക്കേണ്ടി വരും ഹാഷ്മിനെ തത്തി വിളിച്ചിട്ട്. പിന്നെ ലൈവ് ആയതുകൊണ്ട് നിനക്ക് നാണില്ലാത്തതുകൊണ്ടും ആരെന്ത് പറഞ്ഞാലും നീ പറയും അത് നിലപാടല്ല, അത് ഇതായിരുന്നു, അത് മറ്റേതായിരുന്നു, എങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാനുള്ള കഴിവ് നിനക്കുള്ളതുകൊണ്ട് നീ എന്തായാലും എന്ത് ഡിബേറ്റ് നടത്തിയാലും നിനക്ക് ജയിക്കാനുള്ള കഴിവ്.